ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഒരു നേഴ്സായിട്ട് നമ്മൾ NHSൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഉള്ളത്, നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നതും ഇവിടെ വർക്ക് ചെയ്യുന്നതും തമ്മിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിഗിനിങ് തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് UK വരുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസസ് ആവുന്നുണ്ടോ ആ എക്സ്പെൻസസ് ഫുൾ അവർ റീഫണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ എടുക്കാൻ നമുക്ക് എത്ര രൂപയായി, പിന്നെ അതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, OETയുടെ ചാർജ്, ഇതെല്ലാം തന്നെ നമുക്ക് പ്രോപ്പർ ബില്ലൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. എനിക്ക് റീഫണ്ട് കിട്ടിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു 2 months അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ്. അതും NHS തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അക്കോമഡേഷൻ്റെ കൂടെ തന്നെ നമുക്ക് ബേസിക്കായിട്ട് അന്നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് പാക്കേജസും ഇവർ NHS തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഡ്യൂട്ടി അവേഴ്സിനെ കുറിച്ചിട്ടാണ്. NHSൻ്റെ ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീക്കിൽ 37.5 hours വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു വീക്കിൽ 3 days അങ്ങനെ മന്ത്ലി വൺസ് മാത്രം 4 days നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പൊതുവേ ചെയ്യുന്നത് നൈറ്റ് ഷിഫ്റ്റാണ്. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളിപ്പം 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു ഓഫ് വന്നിട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഈ അവേഴ്സ് കഴിയുന്ന സമയത്ത് പിന്നെ ബാക്കിയുള്ള ദിവസം നമുക്ക് ഓഫ് തന്നെയാണ്. എന്ന് വെച്ചാൽ വീക്കിലി ഇപ്പോൾ 3 days വർക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി 4 days നമുക്ക് ഓഫാണ്. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ക് ചെയ്ത് ഷിഫ്റ്റ് എടുക്കാവുന്നതാണ്. അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം എക്സ്ട്രാ നമ്മൾ പിക്ക് ചെയ്യുന്ന ഓരോ ഷിഫ്റ്റിനും നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പൊതുവേ ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിന് ഡേ ഡ്യൂട്ടി ചെയ്യുന്നതിനെക്കാട്ടിയും സെപ്പറേറ്റ് ഏർണിങ്സ് നമുക്ക് കിട്ടും. അതുപോലെ നൈറ്റ് ഡ്യൂട്ടി അലവൻസ് സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ ഈ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഹോളിഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റെ അലവൻസും നമുക്ക് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ പബ്ലിക് ഹോളിഡേയ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും നമ്മളെ നാട്ടിൽ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണ്. അപ്പം ഈ എക്സ്ട്രാ പേയ്മെൻറ്റിൻ്റെ കാര്യമൊന്നും പിന്നെ ഇവിടെ ആരും നമ്മളെ ഫോഴ്സ് ചെയ്യത്തില്ല. ഇപ്പോൾ ഹോളിഡേ ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഹോളിഡേക്ക് ഷിഫ്റ്റ് പിക്ക് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അവരുടെ മെയിനായിട്ട് വരുന്നത് ഈ ക്രിസ്മസ്, ന്യൂ ഇയർ, ഈ സമയം ബോക്സിംഗ് ഡേ, 26th December, ഇതൊക്കെ ബോക്സിംഗ് ഡേ. അപ്പം ഈ 3 ദിവസങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അവേഴ്സിനൊക്കെ നമുക്ക് എക്സ്ട്രാ ഡബിൾ പേയ്മെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പം അത് നമ്മുടെ നോർമൽ ഷിഫ്റ്റിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് ഡബിൾ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരിതാണ്. അപ്പോൾ അതെനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജും ബെനിഫിറ്റും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ കരിയർ പ്രോഗ്രഷനാണ്. അപ്പോൾ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്ന സമയം നമുക്കിപ്പം എന്തെങ്കിലും ഒരു കോഴ്സ് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജറുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ വന്നിട്ട് അവർ തന്നെ നമുക്ക് പല ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മുടെ പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നാട്ടിൽ കാണാത്ത പല സ്പെഷ്യാലിറ്റീസും തന്നെ ഇവിടെ ഉണ്ട്. വേറെ സ്പെഷ്യാലിറ്റീസ് എവിടെയുണ്ട്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ബാൻഡ് 5ൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ലെവലുണ്ട്. ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് വരുന്നവർ അവരും ബാൻഡ് 5 തന്നെയാണ്. പക്ഷേ അത് ലോ ലെവൽ, അങ്ങനെ 3-4 ലെവലുണ്ട് ബാൻഡ് 5. അപ്പോൾ നമ്മൾ സീനിയർ ബാൻഡ് 5 ആയി കഴിഞ്ഞതിന് ശേഷമേ ബാൻഡ് 6ലോട്ട് പോകാവൂ, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പം ഒരു ഏരിയയിൽ നിന്ന് നമുക്കത് വേറൊരു നമ്മുടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് വന്നിട്ട് EDയിലോട്ടോ അങ്ങനെ എങ്ങോട്ടെങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്ത് പോകാമെന്നുള്ളതാണ്. പറഞ്ഞാൽ കരിയർ പ്രോഗ്രഷന് വന്നിട്ട് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ ലീവാണ്. നമ്മളിപ്പം നാട്ടിൽ 5-6 ദിവസമൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു ഓഫ് കിട്ടുന്നത്. ഞാൻ UAയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും നമുക്ക് 5 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഷിഫ്റ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കൊരു 2 ദിവസത്തെ ഓഫ് കിട്ടുന്നത്. പക്ഷേ എവിടെയെന്ന് പറയുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന 37.5 hours കഴിയുന്ന സമയത്ത് നമുക്ക് ബാക്കി ദിവസം ഓഫ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനിടയ്ക്ക് ആനുവൽ ലീവൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് 27 to 28 days നോർമലി ആനുവൽ ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ നമുക്ക് ആനുവൽ ലീവിന് റിക്വസ്റ്റ് ഇടാം. പക്ഷെ നേരത്തെ കൂട്ടി റിക്വസ്റ്റ് ഇടണമെന്നേ ഉള്ളൂ. അപ്പം മാനേജർ ബാക്കിയുള്ള
അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റൊക്കെ നോക്കിയിട്ട് അപ്രൂവ് ആണെങ്കിൽ മിക്കപ്പോഴും നമുക്ക് അപ്രൂവ് ആയി തരാറുണ്ട്. അതാണ് ആനുവൽ ലീവിൻ്റെത്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടും ഈ ആനുവൽ ലീവ് എടുക്കണമെങ്കിൽ എടുക്കാം. അതല്ല നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആനുവൽ ലീവായിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെയും എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറെ ലീവ് എന്ന് പറയുന്നത് സിക്ക് ലീവ് ഉണ്ട്. ഇപ്പം സിക്ക് ലീവ് നമുക്ക് ഓരോ എപ്പിസോഡായിട്ടാണ് കൂട്ടുന്നത്. നമ്മൾ 7 days മാത്രം നമ്മുടെ സെൽഫ് സർട്ടിഫൈഡ് സിക്ക് ലീവാണ്. അതിന് നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ബാക്കി 7 days കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ മാത്രം നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അങ്ങനെ സിക്ക് ലീവിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം പല ലെവലാണ്. ഇപ്പോൾ സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോഴാണ്, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള ഇത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ സിക്ക് ലീവ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചൈൽഡ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ വയ്യ, അല്ലെങ്കിൽ ചൈൽഡ് കെയർ അതിനനുസരിച്ചിട്ട് നമുക്ക് ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. പിന്നെ ഡ്യൂട്ടി നമുക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പം നമുക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി, അപ്പോൾ ക്രൈസിസ് ലീവ്. ചില ക്രൈസിസ് ലീവ് വന്നിട്ട് പെയ്ഡാണ്, ചിലത് വന്നിട്ട് അൺപെയ്ഡ് ലീവുമാണ്. അപ്പം അങ്ങനത്തെ പല ലീവ്സ് ഇവിടെ ഉണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിലാണെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഉണ്ട്. നമുക്ക് 6 months ഫുൾ സാലറിയും അത് കഴിഞ്ഞിട്ട് ബാക്കി 6 months ഹാഫ് സാലറിയിലും, അങ്ങനെ 1 year ടോട്ടൽ മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവ് അമ്മമാർക്കുള്ളതാണ്. അപ്പം ഫാദേഴ്സിന് വേണ്ടിയിട്ട് പെറ്റേണിറ്റി ലീവ്, അങ്ങനെ പല ലീവിൻ്റെ ഓപ്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ശരിക്കും ഒരു പോസിറ്റീവ് ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഫ്രീഡം ഓഫ് വർക്കാണ്. നമ്മൾ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്ടേഴ്സാണ് ഇപ്പോൾ എവിടെയും ഡോക്ടേഴ്സ് തന്നെയാണ് സുപ്പീരിയർ. പക്ഷേ നമ്മൾ ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരു ഇല്ലാത്തൊരു ഫ്രീഡം, നമ്മുടെ പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങളിൽ നമുക്കുള്ള ആ ഒരു ഫ്രീഡം നമുക്ക് നാട്ടിൽ കിട്ടാറില്ല. നമ്മൾ ഡോക്ടേഴ്സിനെ പേടിച്ച് നമുക്ക് ഒരു റെസ്പെക്റ്റ് ഒക്കെ കുറഞ്ഞ രീതിയിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ പ്രൊഫഷൻ, നമ്മളിവിടെ ആരെയും ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ പേഷ്യൻ്റെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മളാണ്. ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോൾ നമ്മൾ കൂടെ പോവുക, അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഇല്ല. ഡോക്ടേഴ്സിൻ്റെ ചീത്ത മേടിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഇല്ല. നമുക്ക് എന്താണോ സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുന്നത് നമുക്ക് ഓപ്പണായിട്ട് ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് വർക്ക് ഇച്ചിരി ഇവിടെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന പ്രൊഫഷന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. നാട്ടിൽ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ റെസ്പെക്റ്റ് വന്നിട്ട് കൂടുതലാണ്. പിന്നെ എന്ന് പറയുന്നത് നഴ്സുമാർക്ക് മാത്രമല്ല, NHSൻ്റെ എല്ലാ സ്റ്റാഫിനും ഒരുപാട് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഉണ്ട്. NHSൻ്റെ തന്നെ ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ട്, NHS കാർഡ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഏത് ഷോപ്പിൽ, ഇപ്പം നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും പർച്ചേസൊക്കെ ചെയ്യുകയാണെങ്കിൽ 5 to 10% അങ്ങനെ ഓരോ പെർസെൻറ്റേജ് വന്നിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് NHS സ്റ്റാഫിന് എല്ലായിടത്തും ഡിസ്കൗണ്ട് കിട്ടാറുണ്ട്. അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ എല്ലാ മെഡിക്കൽ സംഭവങ്ങളും ഫ്രീ ആണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റും അതെല്ലാം ഫ്രീ ആണ്. പക്ഷേ എനിക്ക് ആകെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമുക്ക് നാട്ടിലിപ്പം നമുക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നാൽ നമുക്ക് ഓടിച്ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണാം. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ നമ്മൾ GP വഴി മാത്രമേ നമ്മൾ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യം നമ്മളെ രജിസ്റ്റേർഡ് GP ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം GPയോട് കോൺടാക്ട് ചെയ്തിട്ട് GP എന്നിട്ട് ബാക്കി പ്രൊസീഡിങ്സ് ചെയ്യണം. അല്ലെങ്കിൽ അത്രയും സീരിയസ് ഇഷ്യൂ മാത്രമാണെങ്കിലാണ് നമ്മൾ ഡയറക്റ്റ് ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസ് ക്രൂ തീരുമാനിക്കുന്നത് നമുക്ക് അത്രയും സീരിയസ് ആണോ, കാഷ്വാലിറ്റിയിലോട്ട് എമർജൻസിയിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഒരു ഡ്രോബാക്കായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് സംഭവങ്ങളെല്ലാം തന്നെ ഫ്രീ ആണ്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. സോ ഇതാണ് ബേസിക്കായിട്ട് NHS സ്റ്റാഫിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിലെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് NHS സ്റ്റാഫ് ആയാലും നമുക്ക് ഈ വക ആനുകൂല്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാറുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.